ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഫീൽഡ് ഏതാണെന്ന് അറിയാമോ? ലോജിസ്റ്റിക്സ് അല്ലേ? അതെ, ശരിയാണ്, ലോജിസ്റ്റിക്സ് ആണ്. ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈ സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ജോലി സാധ്യതയുള്ള മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ജോലി സാധ്യതകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പ്രൊക്യൂർമെന്റ് മുതൽ ഷിപ്പിംഗ്, വെയർ ഹൗസിംഗ്, ക്വാളിറ്റി ചെക്കിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡെലിവറി ആൻഡ് സർവീസ് തുടങ്ങിയ ഇഷ്ടംപോലെ മേഖലകളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സിമ്പിൾ ആയി പറഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റിനെയും മാനുഫാക്ചറിങ് മുതൽ അതൊരു കസ്റ്റമറിന്റെ കയ്യിലേക്ക് എത്തി അതിന്റെ സർവീസിൽ വരുന്ന സ്റ്റെപ്പുകൾ എഫിഷ്യന്റ് ആയി എഫക്റ്റീവായി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സാൻഡി എന്തുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള ഫീൽഡ് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം? ഞാൻ ലോജിസ്റ്റിക് കോഴ്സ് തിരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണം ആ കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതൊരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ജോബിന്റെ സ്റ്റെബിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, COVID-19 പാൻഡമിക് പീരീഡിൽ 24/7 ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ഒരു ഫീൽഡാണ് ഹെൽത്ത്. അതുപോലെ തന്നെ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റാണ് ലോജിസ്റ്റിക്സ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വേണം. അതോടുകൂടെ ഒരു ലോജിസ്റ്റീഷ്യനും ആവശ്യമാണ്. റോ മെറ്റീരിയൽസ് ഫോറിൻ കൺട്രിയിലാണെങ്കിൽ നമ്മുടെ കൺട്രിയിലേക്ക് എത്തിക്കണം. ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷിപ്പ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നാട്ടിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണിത്. സാനിയ, ഈ വെയർ ഹൗസും ഗോഡൌണും സെയിം തന്നെയാണോ? അല്ല, വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ഓർ സയന്റിഫിക് അപ്രോച്ച് ആണ്. വെയർഹൗസിൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനെയും അതിന്റെ നേച്ചർ അനുസരിച്ചാണ് ട്രീറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇലക്ട്രോണിക് ഐറ്റംസിനെ നമ്മൾ ഡസ്റ്റ് പ്രൂഫ് ഏരിയാസിലും ഫാർമാസ്യൂട്ടിക്കൽ പോലുള്ള ഐറ്റംസിനെ കോൾഡ് സ്റ്റോറേജ് ഏരിയാസിലുമായിരിക്കും സൂക്ഷിക്കുക. വെയർഹൗസിംഗ് കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഈ ഇൻവെന്ററീസ് പ്രോപ്പർ ആയിട്ട് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിയാലാണ് പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അതായത് റോ മെറ്റീരിയൽസ് വെയർഹൗസിൽ നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിയാൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അതിനുശേഷം അസംസ്കൃത വസ്തുക്കളെ അന്തിമ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയ ശേഷം വാരിയസ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി അത് അതിന്റെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. കസ്റ്റമറിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാലും ഈ പ്രോസസ്സ് അവസാനിക്കുന്നില്ല. ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺ, അതിന്റെ മെയിൻ്റെനൻസ് വർക്ക്, ഇതിനെല്ലാത്തിനും നമ്മൾ റിവേഴ്സ് ലോജിസ്റ്റിക്സ് അപ്ലൈ ചെയ്യണം. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നത് SCM എന്ന ഫുൾ പ്രോസസ്സിനെ എങ്ങനെ കറക്റ്റായി പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്നു എന്നതാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന മറ്റൊരു സംശയമാണ് ഏതൊക്കെ ഏരിയാസിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരിക എന്നത്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഏരിയാസിൽ വരുന്ന ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യാനുണ്ട്. സോ നമുക്കൊരു ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടും പിന്നീട് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ആ ഡോക്യുമെന്റേഷന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി ഇപ്പൊ വരുന്നുണ്ട്. ഈ ഫീൽഡിൽ ഉയരാനേ നമുക്ക് വേണ്ട ബേസിക് നോളജ് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഏതൊരു ഫീൽഡും തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഫീൽഡിനെ കുറിച്ചുള്ള ബേസിക് നോളജ് ആണ്. അതോടൊപ്പം നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കോർഡിനേഷൻ സ്കിൽ തുടങ്ങിയവയാണ്. ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ്, ഡോക്യുമെന്റേഷൻ ഹെഡ്, വെയർഹൗസ് മാനേജർ, ഇൻവെന്ററി മാനേജർ, വെയർഹൗസ് എക്സിക്യൂട്ടീവ്, ഇൻവെന്ററി എക്സിക്യൂട്ടീവ്, ഫ്രൈറ്റ് ഫോർവേഡിംഗ് സെയിൽസ്, ഇങ്ങനെ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല കൂടിയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ മേഖലയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ടും ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെയൊക്കെയാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് വരുന്നത്. വിഴിഞ്ഞം എന്ന പദ്ധതി പൂർത്തിയായാൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. നമ്മുടെ ഇതിനകത്ത് ജോലി സാധ്യതകൾ ഏറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അധികമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു ഈ ഒരു കോഴ്സ് എവിടെ നിന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് തൃശ്ശൂരുള്ള എലൈവ് അക്കാദമി. മറ്റു അക്കാദമികളിൽ നിന്ന് ഈ ഒരു അക്കാദമിയെ വ്യത്യസ്തമാക്കുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന 100% പ്ലേസ്മെന്റ് തന്നെയാണ്. പഠനത്തിന് ശേഷം